ഹായ്. ഇന്ന് ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായോണ്ടേ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാമെന്ന് വിചാരിച്ചു. എന്താന്നല്ലേ, കുറച്ച് വിത്തുകൾ നമ്മളെ വീട്ടിലുള്ളത് ഞാൻ കൃഷി ചെയ്യണതിൽ കുറച്ച് വിത്തുകൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ, പലവട്ടം നിങ്ങൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കും കുറച്ച് വിത്തുകൾ തരുമോന്ന്. അപ്പം എൻ്റെ വീട്ടിൽ എന്തെല്ലാം വിത്തുകൾ ഞാൻ കൊടുക്കാനുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഏത് വിത്ത് വേണമെന്ന് നിങ്ങൾ കമന്റിൽ പറയണം. ഈ വിത്തിനെ നിങ്ങൾ കൊണ്ട് വച്ചിരുന്നാൽ മാത്രം പോരാ, നടണം. നട്ട് വളർത്തി കായൊക്കെ എടുത്തിട്ട് നിങ്ങൾ അടുത്തവർക്കും കൂടെ കൊടുക്കണം. നിങ്ങളെ വീട്ടിന്റെ പരിസരത്തൊക്കെ ഉണ്ടല്ലേ, അവർക്കൊക്കെ ഒരു 5 വിത്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണേ. അപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്കും കൃഷി ചെയ്യാനൊക്കെ ഉത്സാഹം തോന്നുമല്ല. അപ്പം എനിക്കാരും ഫ്രീ ആയിട്ട് തന്നതല്ല, ഞാൻ പൈസ കൊടുത്താണ് വാങ്ങിയത്. ചില വിത്തുകളൊന്നും മുളയ്ക്കാത്ത വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ പഴകി പോകും. കടയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നല്ല വിത്തുകളായിരിക്കും അവർ കൊണ്ടു കൊടുക്കുന്നത്. പക്ഷേ ഇരുന്നൊക്കെ പഴയണ വിത്തുകളും ഉണ്ട്, അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. എന്നാലും ചില വിത്തുകളൊക്കെ തന്നെയായിരുന്നു പൊടിക്കുന്നത് വാങ്ങിക്കുന്ന സമയത്ത്, ചിലത് ഒട്ടും പൊടിക്കാനില്ലായിരുന്നു. പക്ഷെ ഞാൻ തരുന്നത് മരത്തിൽ നിന്ന് ഉണങ്ങി ഇപ്പോഴും നിൽക്കുന്ന ആ തൈകളിൽ നിന്ന് ഉണങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും. അതെന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, ആദ്യം നമ്മുടെ വെണ്ട. ഇതാണ് വെണ്ട. എന്താ ഇഷ്ടം പോലെ വെണ്ട വിത്തുകളുണ്ട്. ഓരോ ഇടത്താ ഇങ്ങനെ ഉണങ്ങി നിൽക്കണം. ഇപ്പോഴും വെണ്ടയ്ക്ക ഉണ്ട്, അതിന്റെ ഇടയിൽ കൂടെ കണ്ട വെണ്ടയ്ക്ക നിൽക്കണേ. ഈ സൈസ് വെണ്ടയ്ക്കയാണ് കണ്ട നീളമായിട്ട് വരുന്നത്. അതും വിത്തിന് ഞാൻ വിട്ടിരിക്കുന്നതാണ്. ഇപ്പൊ നിൽക്കുന്ന വെണ്ടകള് ഉണങ്ങി നിൽക്കുന്നതൊക്കെ ഞാൻ കൊടുക്കുക. കുറെ ഉണ്ട്, ഇത് മാത്രമല്ല വിത്ത്, വെണ്ട വിത്ത്. വെണ്ട വിത്ത് ഇതെല്ലാം ഞാൻ വിത്തിന് വിട്ടിരിക്കുന്നത്. നല്ല വിത്തുകൾ കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ വിത്ത് കിട്ടുമ്പം വിത്തായിട്ട് എടുക്കണതാണ്. ഒരു വിത്തിൽ എന്ത് വിത്ത് കണ്ട ഒരു അത്രയ്ക്കും ഉണങ്ങിയിരിക്കുകയാണ്, എല്ലാം ഇളകി തൊഴിയാണ്. അപ്പൊ ഈ വെണ്ട വിത്ത് കണ്ടല്ലേ. അടുത്ത വിത്ത് നിങ്ങൾക്ക് ഫ്രീ ആയി തരാൻ പോണ വിത്ത് കീര വിത്ത്. അതിലിത്ത് അല്പം എടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. വിത്തായ ഉണ്ടാ, ഇത് എന്നേ ഇങ്ങനെ വിത്തായി നിൽക്കണേ. ഇനി ഇതിനെല്ലാം പൊളിച്ചെടുക്കണം. വിത്ത് കാണുന്നുണ്ടോ? എല്ലാം ഞാൻ പൊളിച്ചിടാനില്ല, അതുകൊണ്ടാണ് എല്ലാം അങ്ങനെ കാണിക്കട്ടെ. നിറയെ കീരത്തൈകള് നിൽക്കണ, ഇതുപോലെ വിത്തൊക്കെ വെച്ച്. വിത്തെല്ലാം നല്ല ഉണങ്ങിയിരിക്കണണ്ട. കീരത്തൈ ഇവിടെ നിൽക്കണണ്ട. ഇതൊന്നും ഞാൻ നട്ടതല്ലേ, ഇവിടെ നിന്ന് തെളുത്ത് വളർന്നതാണ്. ഞാൻ ഈ വിത്തിടുന്ന സമയത്ത് കീരയ്ക്ക് ഇപ്പൊ ഒരു സ്ഥലത്ത് വിത്തിടണമെന്ന് വെച്ചോളെ, അപ്പൊ അവിടെ മാത്രമല്ല വിത്തിടുന്നത്, എല്ലായിടത്തും കൂടെ കുറച്ചങ്ങ് വാരിയെറിയും. അപ്പൊ എന്താന്നറിയാമോ, നമ്മളെ ഈ നടന്ന കീര തീന്നിട്ട് നമ്മൾ അവിടെ വേറെ വിത്തുകൾ നടുവല്ല. അതിനുശേഷം മഴ പെയ്യുമ്പോ ഈ വിത്തുകൾ നമ്മൾ എറിഞ്ഞില്ല വിത്തുകൾ, അതൊക്കെ പൊടിച്ച് നമുക്ക് കീരയായിട്ട് കിട്ടും. അപ്പൊ ഇവിടെ നിന്നും കിട്ടും, ഇവിടെ ഉള്ള ഇത് കായ്കളും നമുക്ക് എടുക്കാം, മറ്റുള്ള എറിഞ്ഞതും കിട്ടും. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. ഈ കോവയ്ക്ക വള്ളി അങ്ങനെ കൊടുക്കുവേ. ഇഷ്ടത്തിന് കോവയ്ക്ക ഉണ്ടായിരുന്നു. കോവയ്ക്ക നിൽക്കുന്ന കാണണോ? വേണ്ട. അടുത്ത് നിങ്ങൾക്ക് സ്നാക്ക് പ്ലാന്റ് ഇഷ്ടമുണ്ടോ? സ്നാക്ക് പ്ലാന്റ് ഞാനവിടെ വീട്ടിന്റെ ആ സൈഡിലൊക്കെ, നേരത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, വീട്ടിന്റെ സൈഡിലൂടെ ഒക്കെ വെച്ചിരുന്നില്ലേ, അടുക്കളയിൽ പോണ ആ സ്ഥലത്ത്. അപ്പൊ അതിന് തൈ ആയിട്ട് കുറേ തൈ നിൽപ്പുണ്ട്. അതും തരാം നിങ്ങൾക്ക്, സ്നാക്ക് പ്ലാന്റും തരാം. ഓക്കെ, തൈ ഇതാ നിൽക്കണേ. ഇതിൽ ഓരോ തൈ വെച്ച് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാമേ. അടുത്ത വിത്ത് കാണാം. അടുത്തത് ഈ ശംഖുപുഷ്പമാണ്. ഈ ശംഖുപുഷ്പ വീട്ടില് ആഗ്രഹിക്കുന്നത്, ഇത് ഒറ്റത്തണ്ടാണ്. ഇപ്പൊ വെയിലായോണ്ട് മങ്ങി നിൽക്കുന്നുണ്ട, ഒറ്റത്തണ്ടാണ്. ഇതിന്റെ വിത്ത് വേണമെന്നുള്ളവർക്കും, ഇതാണ് വിത്ത്, ഇതിന്റെ വിത്ത് വേണമെന്നുള്ളവർക്കും ഫ്രീ ആയിട്ട് തരാമേ. അടുത്ത് ഈ വഴുതല ഉണ്ടല്ലോ, ഇതാ നിൽക്കുന്നില്ലേ വഴുതല, അതിന്റെ വിത്തുകൾ ഇതാ കണ്ടില്ലേ. വിത്തിന് വിട്ടതെല്ലാം വിഴുന്നും കിടപ്പുണ്ട്, കുറച്ച് വിത്തുകൾ വിഴുന്നും കിടക്കണം. അപ്പൊ അതെല്ലാം ഞാൻ ഇന്ന് എടുത്ത് ഉണങ്ങാൻ വയ്ക്കും. ഈ കത്തിരീര വിത്തും അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് എന്തെന്നറിയണ്ടേ, നേരത്തെ ഞാൻ വീഡിയോ ഇട്ടതാണ് മൾബറിയെ കാണിച്ചത്. നല്ല കാറ്റുണ്ട്. ഇതാണ് മൾബറി.
കാറ്റ് വേണ്ട, വീഡിയോ എടുക്കുമ്പം കാറ്റടിച്ചു. അപ്പൊ ഇതിന്റെ കമ്പ് ഞാൻ നിങ്ങൾക്ക് അയക്കണേന്റെ അന്നേ ഇത് വെട്ടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അയക്കണ സമയത്ത് ഇത് വെട്ടും, ഉടനെ വെട്ടും. നിറയെ ഉണ്ട് കമ്പ്, ആവശ്യത്തിന് ഇഷ്ടത്തിന് കമ്പുണ്ട്. ഇനിയും ഫ്രൂട്ട് തീർന്നില്ല, ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുപോലത്തെ വലിപ്പമുള്ള ഫ്രൂട്ടാണ്. ചെറുതായാലും പഴുത്താലും ഇനിപ്പുള്ളു, അല്ലെങ്കിൽ പുളിപ്പാ. ഇതും കണ്ടല്ല, ഇത്രയും തന്നെ എൻ്റെ കയ്യിലുള്ള വിത്തുകള്. പക്ഷെ ഇനി കൂടുതൽ വിത്തുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ, ഇനി ഞാൻ പറയാൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ അതിൽ വെച്ചോളാം. നിങ്ങൾക്ക് എന്തെല്ലാം വിത്ത് വേണമെന്ന് കമന്റിൽ പറയണേ. അപ്പം നിങ്ങളുടെ നമ്പരും കൂടെ ഇതിൽ ആഡ് ചെയ്യണേ, കമന്റിൽ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ട, ചെറുതായിട്ട് കുറച്ചെങ്കിലും നമ്മളെ വീട്ടിൽ നട്ടു വളർത്താൻ നമ്മൾ നോക്കണേ. അത് നമ്മളെ മനസ്സിന് ഒരു സന്തോഷമാണ്. നല്ല ടെൻഷൻ ആയിരിക്കും, നല്ല അതിന് വെള്ളം വീത്തുന്നതും അത് നടത്തു പിറക്കുന്നതും എല്ലാം നമുക്ക് നല്ല സന്തോഷമാണ്. കൃഷി ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തു നോക്കണം. നിങ്ങൾ നട്ടിട്ട് അതിന്ന് വിളവെടുത്ത് നിങ്ങളും വിത്തുകൾ ഫ്രീ ആയിട്ട് കൊടുക്കണേ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിരിക്കണേ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെ. ടാറ്റാ, ബൈ ബൈ.